മലപ്പുറം ജില്ലയിലെ എടുത്തു പറയത്തക്കതും പ്രധാനപ്പെട്ടതുമായ ഒരു നിർമ്മിതിയാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വിവിധോദ്ദേശ പദ്ധതിയാണിത്. ഭാരതപ്പുഴക്ക് കുറുകെ ചമ്രവട്ടത്തിനെയും നരിപ്പറമ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് 2012 ഈ പാലം നിലവിൽ വന്നത്. അതുവരെ കുറ്റിപ്പുറം പാലം വഴിയാണ് ഈ പ്രദേശത്തുള്ളവർ ഇരുകരകളിലേക്കും യാത്ര ചെയ്തിരുന്നത്. 10.5 മീറ്റർ വീതിയിൽ നിർമ്മിച്ച ഈ പാലത്തിൻ്റെ ആകെ നീളം 978 മീറ്ററാണ്. പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ തൃശ്ശൂർ, പൊന്നാനി, എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്നത് കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞ് കുറ്റിപ്പുറം പാലം വഴിയായിരുന്നു. അക്കാലത്ത് കുറ്റിപ്പുറം കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് ഭാരതപ്പുഴയിൽ ഒരു പാലവും ഉണ്ടായിരുന്നില്ല. ദീർഘകാലത്തെ കാത്തിരിപ്പിനും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ 2012 ഇവിടെ ഒരു പാലം നിലവിൽ വന്നത്. തീരദേശത്തുള്ളവർക്കും പുറത്തൂർ, തിരൂർ ഭാഗത്തുള്ളവർക്കും പുഴ കടന്ന് പൊന്നാനി എത്താൻ 50 കിലോമീറ്ററിലേറെ സഞ്ചരിക്കണമായിരുന്നു. ഈ പാലം നിലവിൽ വന്നതോടെ യാത്രാദൂരം ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്തി കൃഷി, കുടിവെള്ളം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധം റെഗുലേറ്റർ കം ബ്രിഡ്ജായാണ് പാലം വിഭാവനം ചെയ്തത്. ചമ്രവട്ടം മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിലൂടെ വേനൽക്കാലത്ത് നിരവധി പ്രദേശങ്ങളിലേക്ക് കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും വെള്ളം എത്തിക്കുവാൻ സാധിക്കുന്ന വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ ഷട്ടറുകൾക്കിടയിലെ ചോർച്ചയും നിർമ്മാണത്തിലുണ്ടായ അപാകതയും കാരണം 130 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി ഇതുവരെ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഈ പാലം യാഥാർത്ഥ്യമായതോടെ എറണാകുളം കോഴിക്കോട് ദൂരം 40 കിലോമീറ്ററോളം കുറക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അഴിമുഖത്തിനോട് ചേർന്ന് ഭാരതപ്പുഴ പരന്നൊഴുകുന്ന ഈ പ്രദേശത്ത് ഭാരതപ്പുഴക്ക് കുറുകെ 1 കിലോമീറ്റർ നീളത്തിൽ ഒരു പാലം നിർമ്മിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെ ആയിരുന്നു. പാലം നിലവിൽ വന്നതോടെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഈ പ്രദേശത്ത് കാര്യമായ മാറ്റങ്ങളാണ് കടന്നു വന്നത്. പാലത്തിനോട് ചേർന്ന് നിളയോരം പാർക്കും പ്രവർത്തിക്കുന്നുണ്ട്. ദിവസവും നിരവധി പേരാണ് ഇവിടം സന്ദർശിക്കുന്നത്. പൊന്നാനിയെയും പടിഞ്ഞാറേക്കര തീരത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്ന തൂക്കുപാല രീതിയിലുള്ള പാലം കൂടി നിലവിൽ വരുന്നതോടെ ഈ പ്രദേശത്ത് ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഷട്ടറുകളുടെ ചോർച്ച തടഞ്ഞ് പദ്ധതി പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ട പഠനങ്ങളും നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലത്തിന് താഴെ ഈ ഭാഗത്ത് ഷട്ടറുകളോട് ചേർന്ന് ഭൂമിക്കടിയിലേക്ക് കനമുള്ള വലിയ ഇരുമ്പ് ഷീറ്റുകൾ അടിച്ചിറക്കി ഷട്ടറുകളുടെ ചോർച്ച തടയുന്നതിനായി ഒരു ശ്രമം നടത്തിയിരുന്നു.